ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായ ഒരു തോരൻ ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ഒന്ന് നല്ലോണം ചൂടായി വരണം. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറണം. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറി നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഡെസിക്കേറ്റ് കോക്കനട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ തോരൻ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി അടച്ചു വെക്കാം. ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ബീൻസും ക്യാരറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. തോരൻ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. ഇതെല്ലാം ഒന്ന് വറ്റി വരണം. ഇനി ഇതൊന്ന് വെന്തോ നോക്കാം. ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ട്. ഉപ്പും പാകത്തിനുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ഡ്രൈ ആകാനുണ്ട്. ഇത് തുറന്നു വെക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി വന്നോളും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ മണം അതിൽ തന്നെ തങ്ങി നിന്നോളും. ആദ്യം എണ്ണ ചൂടാകുമ്പോൾ തന്നെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില അങ്ങോട്ട് അങ്ങ് കരിഞ്ഞു പോയി അതിൻ്റെ മണമൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉള്ളിയൊന്നും ഇട്ടില്ല. കാരണം ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഈ തോരന് ഉള്ളീൻ്റെ ഒരു ടേസ്റ്റ് വന്നു. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഉള്ളിയൊന്നും ഇടാതെ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.